ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു മാത്രം ഇരുന്നാലും മതി. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആവും. നിങ്ങൾക്ക് വേണ്ടി കുറച്ചധികം ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് വന്നു ചേരേണ്ട കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ക്രിയേറ്റഡ് ആവേണ്ട കുറച്ചധികം ലൂപ്പുണ്ട്, നിങ്ങൾ പോകേണ്ട കുറച്ചധികം സിറ്റുവേഷൻസ് ഉണ്ട്, നിങ്ങൾ കാണേണ്ട ചില കാഴ്ചകളുണ്ട്, നിങ്ങൾ അറിയേണ്ട ചില വാക്കുകളുണ്ട്, നിങ്ങൾ എത്തിപ്പെടേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി കുറേയധികം ആൾക്കാർ വെയിറ്റിംഗ് ആണ് ഈ ഒരു സമയത്ത്. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരാൻ നിൽക്കുന്ന കുറച്ചധികം ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ബട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയത്തില്ല. ബട്ട് അങ്ങോട്ട് ആ ഒരു സിറ്റുവേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇവിടെ ജനിച്ചത്, എന്തുകൊണ്ടാണ് നിങ്ങളിവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുടെ ചില ഒരു സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മെയിൻലി റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ പരമായിട്ട്. ഈ സമയത്ത് നിങ്ങൾ കാമാവേണ്ടി മാക്സിമം നോക്കുക. എന്തെങ്കിലും ദേഷ്യം വരുവാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സിറ്റുവേഷൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വിടാൻ വേണ്ടി നോക്കുക. കുറച്ചധികം ഇൻസിഡൻസ് ഉണ്ടായി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും മാക്സിമം ഭയങ്കരമായിട്ടും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഈ സമയം നിങ്ങൾക്ക് അതാണ് വേണ്ടത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഏതൊക്കെയോ ടീംസ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ ലൈഫിൽ വരേണ്ട സോൾമേറ്റ്സുകളൊക്കെ വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്ന ഒരു സമയമാണ്. മേ ബി അതൊരു അദൃശ്യ ശക്തികളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ കോൺടാക്റ്റ് ചെയ്യാൻ ആരൊക്കെ ശ്രമിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് ഡിവൈൻ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. ഒരു ഫുൾ മൂൺ ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഹീലിംഗ് സെക്ഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് കാര്യങ്ങൾ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 1, 2, 3 ഓപ്പർച്യൂണിറ്റീസ്, റിലേഷൻഷിപ്പുകൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം വരാൻ വേണ്ടി ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ക്ലെൻസ് ആവും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ചില സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. മേ ബി നിങ്ങൾക്കൊരു ലുക്കില്ലാത്ത വ്യക്തി, ഗ്ലാമർ ഇല്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേറെ പവറുള്ള സാധനം നിങ്ങളുടെ ലൈഫിലോട്ട് ഡിവൈൻ കൊണ്ടുതരും. നിങ്ങൾ എന്തിലാണോ വിഷമിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തിലാണോ പെയിൻ അടിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തിലാണോ ഭയങ്കരമായിട്ടും ഡാർക്ക് അടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ്, അതിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ടാക്കാൻ പറ്റും. മേ ബി നിങ്ങളുടെ ജോലി ആയിരിക്കും, കരിയർ പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും, അങ്ങനത്തുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു ചൂസ് പാത്ത് തേടി പോകേണ്ടി വരും. അതുപോലെ തന്നെ എന്താ പറയുക, കൂടുതൽ ഉയർച്ച ഉണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വള്ളത്തിൽ നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ചല്ല തൊഴുന്നുണ്ടെങ്കിൽ അതിന് സ്പീഡ് കുറയും. മനസ്സിലാവുന്നുണ്ടോ? അത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിന് സ്പീഡ് കുറയാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻലി ചെയ്യേണ്ടത് നിങ്ങൾ കടലിലാണെന്ന് ഓർക്കുക. മാക്സിമം നിങ്ങൾ കടലിലാണെന്ന് ഓർക്കുക. നിങ്ങൾ രണ്ടും ഒരുമിച്ച് തുഴഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കര പറ്റാൻ വേണ്ടി പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഞാൻ പറയുന്നത് കോംപ്രമൈസാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് മനസ്സിൽ വെച്ചുകൊണ്ട് കുത്തി മുറിവേപ്പിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് മാക്സിമം പോകാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസിനെ റിലേഷൻഷിപ്പിലോട്ട് അടുപ്പിക്കാണ്ടിരിക്കുക. അങ്ങനെ ഈ റിലേഷൻഷിപ്പിലോട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതൊരു വലിയ കപ്പലാണ്. ചെറിയ കപ്പൽ വലിയ കപ്പലിനെ താങ്ങത്തില്ല, കൊണ്ടിടിച്ചിട്ടിട്ട് പോവും. രണ്ട് റിലേഷൻഷിപ്പും ഭയങ്കരമായിട്ടും ഇതാവും. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ചൂസ് ന്യൂ പാത്ത്, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചൂസ് ന്യൂ പാത്ത്, നിങ്ങൾക്ക് എന്താണ് സ്വീകരിക്കേണ്ടത് എന്നറിയാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. ഭയങ്കര മാനിഫെസ്റ്റേഷൻ പവർ ആയിരിക്കും. ആഗ്രഹിക്കുന്ന എന്തും കൈകളിൽ കൊണ്ടുതരുന്നൊരു സിറ്റുവേഷൻ, ഭയങ്കരമായിട്ടും പവർഫുള്ളായിട്ടുള്ള ഹാംസ് നിങ്ങളെ കയ്യിൽ കൊണ്ടുതരുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. വരേണ്ട ആൾക്കാരും വരേണ്ട സിറ്റുവേഷൻസൊക്കെ വരും. ബട്ട് അത് വരുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കി മാത്രം ഈ ഒരു സമയത്ത് പെരുമാറുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. മനസ്സിലൊരു നെഗറ്റീവ് വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും അനുഭവിക്കേണ്ടി വരും. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് എന്താണ് ചൂസ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലാക്കി മാത്രം നിങ്ങൾ പെരുമാറുക. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് പാസ്റ്റിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞു പോയ കാലത്ത് നിങ്ങൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും. അതായത് അബണ്ടൻസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് സംബന്ധിച്ച സിറ്റുവേഷൻസ് ആയിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച ഓരോ സാധനങ്ങളും നിങ്ങൾ ആ റിയലൈസേഷൻ ആ ഒരു മൂടി കൊണ്ട് നിർത്തിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇതാണല്ലോ ഞാൻ ആഗ്രഹിച്ചത് പണ്ടും, ആ ഒരു ലൂപ്പിൽ നിങ്ങൾ കയറേണ്ടത്. കാരണം അതിനുള്ള ആൾക്കാരും വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ സമയത്ത് വരാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ് ഈ സമയത്ത് കാണുന്നത്.
ഓക്കെ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും പേഷ്യൻ്റ് ആയിരിക്കണം. പേഷ്യൻ്റായിട്ട് മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കീഴിൽ കുറച്ചധികം ആൾക്കാർ വർക്ക് ചെയ്യും. ആൾക്കാർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ച വർക്കിംഗ് അല്ല പറയുന്നത്. അതായത് ഒരു കമ്പനിയോ കാര്യങ്ങളോ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ട് ആൾക്കാർ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങൾക്ക് എനർജി ചെയ്തു തരാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി വേണ്ടി നിങ്ങൾക്ക് ആൾക്കാരെ അംഗീകരിക്കാൻ തുടങ്ങും. ഒരു റെക്കഗ്നൈസേഷൻ റിവാർഡ് ഈ സമയത്ത് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. അതായത് നിങ്ങളെ അംഗീകരിക്കുന്ന സമയത്ത്, ഈ ലോകത്ത് ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഒരാളെ മറ്റൊരാൾ അംഗീകരിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു എനർജിയാണ്. ആ ഒരു എനർജി നിങ്ങളിലോട്ട് ഭയങ്കരമായിട്ടും വരാൻ തുടങ്ങും. നിങ്ങൾ കൂടുതലും ഫെയിം ആവാൻ തുടങ്ങി. നിങ്ങൾ കൂടുതലും കുറച്ചധികം ഉന്നത ശേഷിയിലോട്ട് എത്താൻ വേണ്ടി തുടങ്ങും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി വാട്ട് നെക്സ്റ്റ്, അടുത്തത് എന്താണ് നിങ്ങൾക്ക് വ്യക്തമായി ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഡിവൈൻ ഈ ഒരു സമയത്ത് ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ലൈഫിലോട്ട് അത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം അടുത്തായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ള സന്തോഷം നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ഈ ഒരു സമയത്ത് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. ബട്ട് എവിടെ നിന്നോ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലോട്ട് കൂടാൻ തുടങ്ങും. ബട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല എവിടെ നിന്നാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് അറിയാൻ പറ്റാതെ ഭയങ്കര ഫ്ലോ ആയി തുടങ്ങും. റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡിവൈൻ തരുന്നൊരു ബ്ലെസ്സിങ്സ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്കിങ്ങനെ എനർജി ഇങ്ങനെ ഗ്ലോ ആവാൻ തുടങ്ങും. ഇന്ന് ഭയങ്കരമായിട്ടും ഫിൽറ്റർ ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകും. ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ച എന്താണ്, നിങ്ങൾ ആഗ്രഹിച്ച റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരാൻ വേണ്ടി തുടങ്ങും. അത് ഫ്ലോ ആവാൻ തുടങ്ങും, ഗ്ലോ ആവാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫാളിങ് ലവ്, അതായത് ഭയങ്കരമായിട്ട് നിങ്ങൾക്കത് അറിയാൻ പറ്റത്തില്ല എവിടെ നിന്നാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് നിങ്ങൾക്കറിയാൻ പറ്റുന്നില്ല. സഡനായിട്ട് അങ്ങനത്തെ ഉള്ളൊരു അഫെയറിലോട്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച് പോലും കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് പോലും കാണത്തില്ല ഇങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും, അങ്ങനത്തെ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ റിലേഷനിലാവുമെന്ന് നിങ്ങൾ വിചാരിച്ച് പോലും കാണത്തില്ല. പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റഡ് ആയതിനു ശേഷം സഡനായിട്ട് ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളൊരു അഫെയറിലോട്ട് കയറാനുള്ള ചാൻസ് ഉള്ളതായിട്ടാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സിറ്റുവേഷനെ നിങ്ങളെ സംബന്ധിച്ച് മെയിൻ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു മെയിൻ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ബാലൻസ്ഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ ഒരു ദാരിദ്ര്യാവസ്ഥയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, അതിനകത്തൊന്നും നടക്കുന്നില്ല, ഒന്നുമില്ല, ഒരു ഭയങ്കര ഒരു ലൂപ്പ് സിറ്റുവേഷൻ, ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് പുതിയൊരു ലൂപ്പ്, ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആവാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റിയാണ് ഈ ഒരു സമയത്ത്, സ്പിരിച്വൽ വേൾഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ സമയത്ത് ഭയങ്കരമായിട്ടും വരും. നിങ്ങൾക്ക് എങ്ങനെ കളിക്കണം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാൻ എന്നുള്ള ഭയങ്കരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറാൻ ചാൻസ് ഉള്ള സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചിത്രശലഭങ്ങളെ കാണുക, 1111 അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ കാണുക. അതുപോലെ തന്നെ എന്താ പറയുക, മ്യൂസിക്കിൽ ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻ ആവുക, അതുപോലെ തന്നെ എൻജോയ്മെൻറ്റ് ചെയ്യുക, ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് കൊടുക്കുക. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ ടാറോട്ട് കാർഡ് വീഡിയോസ് കാണുക. ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് ഫെയിമായിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് കയറുക. ഓരോ ഡയമെൻഷൻ മാറുക എന്ന് പറയുന്നത് 3D ഡയമെൻഷനിൽ നിന്നും 4ഉം 5ഉം ആവാൻ വേണ്ടി തുടങ്ങും. അതായത് ഓരോ കാഴ്ചകളും ഓരോ വാക്കുകളും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മൂർച്ചയേറിയതായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ സിറ്റുവേഷൻസും നിങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്നതാണെന്ന് തോന്നിപ്പോകും. ഓരോ സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി യങ് ആവാൻ വേണ്ടി തുടങ്ങും. ഈ ഒരു സമയത്ത് ഭയങ്കര ലോജിക്കായിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. ഭയങ്കര മാജിക്കലായിട്ടൊരു വേൾഡിലോട്ട് നിങ്ങൾ കടക്കാൻ വേണ്ടി തുടങ്ങി. ഈ സമയത്ത് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും എക്സിറ്റ് ആവാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ എന്താണോ വേണ്ടത് അതൊക്കെ എക്സിറ്റ് ആയതിനു ശേഷം പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇൻക്ലൂഡ് ആയിട്ട് കുറേ പുതിയ ചലഞ്ചസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി തുടങ്ങും. ബ്രില്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി തുടങ്ങുന്ന, ഷാർപ്പായിട്ട് ഇൻറ്റ്യൂഷനിലിട്ട് ഷാർപ്പായിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ, പുതിയ ഇൻഫർമേഷൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണോ, നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് എത്താൻ വേണ്ടി തുടങ്ങും. അങ്ങനത്തുള്ള ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച്
സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരും. പല പല പുതിയ പുതിയ ജേണി, അതായത് മേ ബി നിങ്ങൾ ഇതുവരെ കാണാത്ത ചിത്രശലഭത്തിനെ കാണും, കാണാത്ത കാഴ്ചകൾ കാണും, കാണാത്ത വാക്കുകളായിരിക്കാം കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കാണാത്ത സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നു, കാണാത്ത വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും, പുതിയ പുതിയ ഫ്രണ്ട്ഷിപ്പ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരും. അപ്പം അങ്ങനത്തുള്ള സമയം നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫ് ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് മാറും. അതായത് നിങ്ങൾ പോലും അറിയാതെ എഴുതപ്പെടുന്ന ഒരു എന്താ പറയുക, ഒരു ലിപികളിൽ എഴുതപ്പെടുന്ന ഒരു സിറ്റുവേഷൻസിലായി ഭയങ്കരമായിട്ട് മാജിക്കലായിട്ടുള്ളൊരു ലൈഫിലൂടെ സ്റ്റാർ സീഡ് അങ്ങനത്തേക്കുള്ളൊരു സംഭവം. നിങ്ങൾക്ക് കുറേയധികം പുതിയ പുതിയ സൈക്കിക് ഗിഫ്റ്റുകൾ, സൈക്കിക്കായിട്ടുള്ള ഒരു എബിലിറ്റിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫ് ഇനി റിവീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ റിവ്യൂ ചെയ്യും, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രത്യേക മൂഡിലോട്ട് പോകുന്നത് എന്നുള്ളൊരു സിറ്റുവേഷൻ. ക്ലിയർലി നിങ്ങൾ ക്ലാരിറ്റി എന്താണെന്ന് അറിയാൻ പറ്റും. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര കെയർഫുൾ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം ഈ സമയത്ത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടത്, അല്ലെങ്കിൽ വരുന്നത്, അല്ലെങ്കിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പെരുമാറാൻ വേണ്ടി ഈ സമയത്ത് നോക്കണം. മാനിഫെസ്റ്റേഷൻ, അതുപോലെ തന്നെ അതായത് നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവ് എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങളായിട്ട് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഷീൽഡൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങളായിട്ട് പെരുമാറാൻ വേണ്ടി നോക്കും. അതായത് മെഡിറ്റേഷൻ, യോഗ, അതുപോലെ തന്നെ എന്താ പറയുക, സെക്സ് പരമായിട്ടുള്ള അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ ടൈം കണ്ടെത്തും. ഇതുവരെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി താല്പര്യമില്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങും ഈ സമയത്ത്. കാരണം അതൊക്കെ ഇവിടെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നു. മെഡിറ്റേഷൻസും മെഡിസിൻസ് അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ സമയത്ത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല പല ഡിസിഷൻസ് നിങ്ങൾ ഇതുവരെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാമായിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ തുടങ്ങുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ചില കാര്യങ്ങൾക്ക് നിങ്ങൾ അലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് വരാൻ വേണ്ടി വാതിൽ വെട്ടി തുറന്നിട്ട് കൊടുക്കും. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയത്തില്ല. അത് നിങ്ങൾ എന്താണോ വേണ്ടത് അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം നിങ്ങൾക്ക് കുറേയധികം എനർജി കയറുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യണം നിങ്ങൾക്ക് പോലും ബോധമില്ലാത്തൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് അതൊക്കെ നിങ്ങൾ നോക്കി മേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്കിതൊരു വെക്കേഷനാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വെക്കേഷൻ മൂഡിലോട്ട് പോകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് റിലാക്സേഷൻ, ഒരു ടേക്ക് കെയർ നിങ്ങൾ തന്നെ കൊടുക്കേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇന്ന് ഞാൻ വേറൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് അത്രത്തോളം നിങ്ങളുടെ ലൂപ്പിൽപ്പെട്ട് എന്ത് സിറ്റുവേഷൻ നിങ്ങൾ തരണം ചെയ്യുന്നു അതുകൊണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് അതായത് നെഗറ്റീവ് സമയത്ത് നമുക്കൊരു ബാഡ് ടൈമിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്ത സമയത്ത് നമുക്ക് പിന്നീടൊരു നല്ലൊരു ഗുഡ് ടൈമിൽ നമുക്കതൊരു പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് സ്നേഹിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ മെൻ്റലായിട്ടുള്ളൊരു ഒരു മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് ആരൊക്കെ തരുന്നുണ്ട് ഈ സമയത്ത്. നിങ്ങൾക്കൊരു ഡിവൈൻ പവർ ആയിരിക്കാം തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് അത് വരുന്നൊരു സമയമായിട്ടായിരിക്കാം കാണുന്നത്. അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഷീൽഡെല്ലാം ഉരി വെച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ, യോഗ, മെഡിറ്റേഷനൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ഡിവൈനുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങളെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കി നിൽക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകും. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിവൈൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവങ്ങളൊക്കെ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ, ആങ്സിസ്റ്റേഴ്സ് അവരൊക്കെ നിങ്ങളുമായിട്ട് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വഴിവെട്ടി തരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് ഈ സമയത്ത്. ചൈൽഡ്ഹുഡ് ട്രോമാസ്, ചൈൽഡ്ഹുഡ് റിലേഷൻസ്, ചൈൽഡിഷായിട്ട് പെരുമാറുന്ന കുറച്ചധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ച് കുറേയധികം കാലങ്ങൾ വെറുതെ പോയി കാണും. കുറേയധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ആൾക്കാർ നിങ്ങൾ നോയിപ്പിച്ചാണ്, കുറേയധികം കർമാസ് നിങ്ങളുടെ ലൈഫിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ടൈമൊക്കെ മാറ്റി നിങ്ങളുടെ കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസ്, കർമ്മപരമായിട്ടുള്ള കാലങ്ങൾ, ടൈമൊക്കെ നിങ്ങൾക്ക് എൻഡാക്കിയിട്ട് പുതിയൊരു റെസൊല്യൂഷനിലോട്ട് കയറ്റുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പുതിയൊരു ബിഗിനിങ്സ്, ന്യൂ ലൂപ്പ് നിങ്ങളുടെ ലൈഫിലോട്ട് ക്രിയേറ്റഡ് ആവും. അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. അവിടെ നിങ്ങൾ എംബ്രസ് ആയിട്ട് നിൽക്കും. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ട്രോമാസ്, ഇന്നർ ചൈൽഡിലുണ്ടായ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇന്നർ ചൈൽഡിൽ നിങ്ങൾ ആഗ്രഹിച്ച കുറേയധികം സിറ്റുവേഷൻസ് ഒക്കെ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരും. അതായത് നിങ്ങളുടെ സ്ഥലത്ത് പോകണമെന്നായിരിക്കാം ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വൈഫിനെ വേണമെന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പെണ്ണ് നിങ്ങളുടെ ലൈഫിൽ വേണം, ഇങ്ങനത്തെ ഒരു ബോയ് എൻ്റെ ലൈഫിൽ വരാൻ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരും കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് നെഗറ്റീവ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ വലിയ വലിയ ആൾക്കാരെന്ന് കരുതിയെല്ലാം ഈ സമയത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും, ചെറുതായിട്ട് തോന്നാൻ തുടങ്ങും. അതായത്
നിങ്ങൾ ഭയങ്കരമായിട്ടും വിചാരിക്കണം, അയ്യോ അത് ഭയങ്കര സെറ്റപ്പാണ്, അത് ഭയങ്കര വലിയ സംഭവമാണ്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനും സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിലോട്ട് എത്തിപ്പെടാനും അതിലോട്ട് ഇറങ്ങാനും പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറേ അധികം ടൈം വേസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ, ഈ സമയത്ത് നിങ്ങൾ റിഗ്രേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ, ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുക അല്ലെങ്കിൽ വിചാരിക്കും, എന്തിനാണ് ഞാൻ ഇത്രയും ടൈം വേസ്റ്റ് ചെയ്തത്, കാരണം ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കേണ്ട സിറ്റുവേഷൻസ് എല്ലാം എൻ്റെ ലൈഫിലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്. കാരണം ഡിവൈൻസ് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങും. ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പല ആൾക്കാർ വഴി നിങ്ങളുടെ ലൈഫിലോട്ട് റിവീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. പുതിയ പുതിയ ഡ്രീംസ് കാണാൻ വേണ്ടി തുടങ്ങും. പുതിയ പുതിയ പ്ലാൻസ് ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനോട് കടന്നു വരും. ഓക്കെ, റിട്ടേൺ നിങ്ങളുടെ ലൈഫിലോട്ട് റൊമാൻസ് വരാൻ തുടങ്ങും. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ റൊമാൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ, പാസ്റ്റിൽ എന്തൊക്കെയോ നിങ്ങൾ മറന്നുപോയി, നിങ്ങൾ ജീവിക്കാൻ മടുത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ജീവിക്കാൻ തുടങ്ങാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള റൊമാൻസ് വരാൻ വേണ്ടി തുടങ്ങും. അതുപോലെ തന്നെ റൊമാൻറ്റിക് മൂഡ്, റൊമാൻറ്റിക് തിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും. എങ്ങനെ റൊമാൻറ്റിക് ആവണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ടൈമായിട്ടാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. ഡിവൈൻ എനർജി സെക്സ് പരമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഫാൾ ഇൻ ലവ്, അതായത് ചേരേണ്ട ആൾക്കാർ ചേരാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ആൾക്കാർ വരാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കാത്തിരുന്ന വ്യക്തിയൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. ചില കാര്യങ്ങൾ എൻഡ് ചെയ്തതിന് ശേഷം പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ചൈൽഡിഷ് ആയിട്ട് പെരുമാറുന്ന കുറച്ചധികം ക്യാരക്ടേഴ്സ് വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിനനുസരിച്ച് യൂണിവേഴ്സൽ ടോട്ടലി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. പല ആൾക്കാരും നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ വേണ്ടി തുടങ്ങും. പുതിയ പുതിയ റിലേഷൻഷിപ്പ്, നിങ്ങൾ വെയിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി തുടങ്ങും. ചില കാര്യങ്ങൾ എൻഡ് ആവും. അതിനനുസരിച്ച് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് തുടങ്ങാൻ തുടങ്ങും. എക്സ്ചേഞ്ച്, റിലേഷൻസ്, അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ, ഇൻറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ പല എനർജീസ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ പുതിയ കാര്യത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങും. നിങ്ങളെ തന്നെ നിങ്ങൾ കൂടുതൽ ക്ലെൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും കാമായിട്ട് നിൽക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കാൻ വേണ്ടി നോക്കുക. ഡോണ്ട് ഗീവ് അപ്പ്. എന്ത് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നാലും, എന്ത് പ്രശ്നം വന്നാലും അതിനെ ഒരിക്കലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് എന്ന് കരുതി നിങ്ങൾ അതിനെ വെറുതെ വിടാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് ആൾക്കാരെ നിന്ന് ഇഷ്ടംപോലെ ലവ് കിട്ടാൻ തുടങ്ങും. നിങ്ങളെ ആൾക്കാർ ഇഷ്ടംപോലെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങും. ഏത് വ്യക്തിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് വ്യക്തിയുടെ ലൈഫിലാണോ നിങ്ങൾ എത്തിപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആരാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ സമയം കടന്നു വന്ന് നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സമയമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത്. നെഗറ്റീവായിട്ട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി ഇഷ്യൂസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഏത് ഇൻറ്റൻഷനിലാണ് ബാക്കിയുള്ള ആൾക്കാർ വന്ന് നിൽക്കുന്നത്, അത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കുക. കാരണം മൂർച്ചയേറിയ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് നല്ലതിനാണോ ചീത്തതിനാണോ എന്ന് മാത്രം അറിഞ്ഞ് പെരുമാറാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് ഈ സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പം ഗുഡാണ് ഈ സമയം നിങ്ങളെ സംബന്ധിച്ച്. സ്റ്റാർ സീഡ്, ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻ, അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ടും ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്ന ടൈമാണ് കേട്ടോ. ലൂപ്പൊക്കെ ക്രിയേറ്റഡ് ആയിട്ട് പഴയ ലൂപ്പൊക്കെ എൻഡായിട്ട് പുതിയ പുതിയ ലൂപ്പിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതിന് പുറമെ ആർക്കാൻ പേഴ്സൻ്റെ ഒരു താല്പര്യമുണ്ട്, ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും ഓക്കെ, ബൈ, ടാറ്റ, സി യു.